മലപ്പുറം താനൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 3.5 വയസ്സുകാരിക്ക് കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് കുഞ്ഞിനെ ആക്രമിച്ചത്. കൈക്ക് പരിക്കേറ്റ കുട്ടിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നായ വന്നിട്ടേ അപ്പോൾ ഇവരിങ്ങനെ ഓടിക്കാൻ നോക്കിയപ്പോൾ 2 കുട്ടികൾ ഓടിപ്പോയി. ഇവളെയാണ് കിട്ടിയത് നായക്ക്. അപ്പോൾ മോള് വീണ്. അപ്പോൾ നായ കടിച്ച് വലിച്ച് കൈക്കാണ്. കഴിക്കാൻ നല്ല മുറിവുണ്ട്. ആഴത്തിലുള്ള മുറിവ്, ബ്ലഡ് നിന്നിട്ടില്ല. ആ പ്രദേശത്ത് നായകളെ ശല്യമുണ്ടോ? നായ്ക്കളുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ്. സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, എങ്ങനെയുണ്ട് കുഞ്ഞിന്? ശ്രുതി, പ്രധാനമായി ആദ്യ ടെസ്റ്റ് ഡോസ്, വാക്സിൻ്റെ ടെസ്റ്റ് ഡോസ് കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എന്തായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി മുറ്റത്തെ കളിക്കുന്നതിനിടെ മറ്റ് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഈ കുട്ടിക്കൊപ്പം ഇവർ വെക്കേഷനാണ്, അംഗനവാടികളൊന്നും തന്നെ ഇല്ലാത്ത സമയമാണ്. അങ്ങനെ വീട്ടുമുറ്റത്ത് കളിക്കുന്ന സമയത്താണ് ഈ തെരുവുനായ വന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ കുട്ടിയുടെ കൈക്കാണ് ആ തെരുവുനായ കടിക്കുന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടിയെ കടിച്ച് നിലത്തിട്ട് വലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി വേണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും കുട്ടിയുടെ രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം മുക്കോല, അതായത് ഈ പുന്നൂക്കിന് പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നഗരസഭ യാതൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും വാക്സിനേഷൻ ഉൾപ്പെടെ നായ്ക്കൾക്ക് മേൽ ഉണ്ടാകണം, ഒരു നിരീക്ഷണം ഉണ്ടാകണം. മറ്റ് തെരുവുനായ്ക്കളെ അവിടെ നിന്ന് പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കൂടി ആ പരിസര പ്രദേശത്തുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ശ്രുതി.